ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്കത് അവസാനിപ്പിക്കാം. അതിനെന്തെങ്കിലും ഒരു വഴി ഉടനെ നമുക്കുണ്ടാക്കാം. മാഡം വിഷമിക്കണ്ട. എനിക്കറിയാം രാജു. രാജു എന്റെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടാവുമെന്ന്. ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ അമ്മയുടെ ആഗ്രഹവും എന്റെ പ്ലാനും ഒന്നും നടക്കില്ല. എനിക്ക് മനസ്സിലായടാ, എനിക്ക് മനസ്സിലായി. അമ്മ വഴിയുണ്ടാക്കാം. നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. അമ്മേ, അമ്മയുടെ കോണ്ടാക്ട്സ് ഉപയോഗിച്ച് ആ മന്ത്രി സോമരാജനെ അയാളുടെ അനിയൻ സാഗരാജനെയും കൂട്ടാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ അമ്മ പ്ലാൻ ചെയ്യും. അല്ലാതെ ഇത് തീരില്ല അമ്മേ. ഈ പ്രശ്നം ഇതുകൊണ്ടൊന്നും തീരില്ല. മോനെ, നീ അങ്ങനെയൊന്നും എടുത്ത് ചാടരുത്. അവരെയൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു പ്രോബ്ലം നമ്മൾ ഉണ്ടാക്കിയ പിന്നെ അത് വലിയ പ്രശ്നത്തിലേ ചെന്ന് അവസാനിക്കൂ. അതുകൊണ്ട് നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യാം. എന്ത് ചെയ്യാന്ന് അമ്മ പറയുന്നേ? മോനെ, നീ പറഞ്ഞതുപോലെ തന്നെ തൽക്കാലം ഈ പ്രശ്നങ്ങളൊന്ന് തീരാനായി ഞാനൊരു ബുദ്ധി പ്രയോഗിച്ചെന്നേ ഉള്ളൂ. 1 മാസം 2 മാസം എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെ ആണെന്ന് നിനക്കും അറിയാം. കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. എനിക്ക് പറ്റില്ല അമ്മേ. ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും എനിക്ക് തീരെ പറ്റില്ല. ക്ഷമയുടെ സമാധാനത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ആദ്യം രാജു, ഇപ്പതേ റോഹൻ. ഇങ്ങനെ ഇവന്മാരെയൊക്കെ സമാധാനത്തെ തോപ്പിക്കാൻ എനിക്ക് പറ്റില്ല. എടാ മോനെ, സമാധാനം ഒന്നുകൊണ്ട് മാത്രമേ ഇന്ന് ഇതുവരെ ഈ ലോകത്ത് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോ നമ്മുടെ വഴിയും സമാധാനപരമായിരിക്കണം. കാത്തിരിക്കാം, സമയം കൊടുക്കാം. എല്ലാം ശരിയാകുന്ന സമയം ഉണ്ടാവും. അതമ്മ മോന് തരുന്ന വാക്കാ. ആദ്യം നമുക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. ആ ദിവ്യ, രാജു, റോഹനും അങ്ങനെ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കാമേ. ഇത് അധികകാലം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നാലേ ശരിയാവില്ല. ശത്രുക്കളുടെ എണ്ണം കൂടട്ടട. നമ്മുടെ ലക്ഷ്യവും അങ്ങനെ ചെറുതല്ല, വളരെ വലുതാ. അപ്പോ ശത്രുക്കളുടെ എണ്ണവും കൂടും. അത് സ്വാഭാവിക. പോരാടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഞാൻ തയ്യാറാ. എന്റെ കൂടെ നിൽക്കാൻ നീ തയ്യാറല്ലേ? ഞാൻ ഉണ്ടമ്മേ. ഇവരെ എല്ലാവരെയും നമുക്ക് നേരിടണം. എന്നിട്ട് ഈ സ്വത്തുക്കളും പണവും ഈ സാമ്രാജ്യവും മുഴുവൻ നമുക്ക് സ്വന്തമാക്കണം. ഞാനുണ്ടമ്മേ അമ്മയുടെ കൂടെ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കൊള്ളയോ കൊലയോ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നമുക്ക് ചെയ്യാം. അത് മതി മോനെ. ഈ ഒരു സ്പിരിറ്റ് നിനക്കുണ്ടായാ മതി. ബാക്കി അമ്മ നോയിക്കോളാം. രാജു, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്താ മാഡം? അച്ഛനെ ഈ ഇലക്ഷനില് ജയിക്കില്ലേ? അതിനെക്കുറിച്ച് ഓർത്ത് മാഡം ടെൻഷൻ ആവണ്ട. സാറ് ഇലക്ഷനില് പുഷ്പം പോലെ ജയിക്കും. അതെന്റെ കോൺഫിഡൻസാ. കാരണം എന്താണെന്നറിയോ? മന്ത്രി ആയിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും വർമ്മ സാറ് ഒരു തരത്തിലുള്ള അഴിമതിയോ ക്രമക്കേടോ ഒന്നും കാണിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഓരോരുത്തർക്കും എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ പറ്റോ അതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ഒരു നന്ദി ആൾക്കാർക്ക് സാറിനോടുണ്ടാവും. അത് വോട്ടായിട്ട് പെട്ടിയിലും എത്തിയിട്ടുണ്ടാവും. എന്തായാലും അച്ഛൻ ജയിക്കാൻ വേണ്ടി അമ്പലങ്ങളിൽ പോയെന്ന് പ്രാർത്ഥിക്കണം. മാഡത്തിന്റെ മനസ്സിന് അങ്ങനെ ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ മാഡം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. മാഡം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ആ സന്തോഷം കാണുന്നതാ എന്റെ ഈ സന്തോഷം. രാജു, ഒരു കാര്യം കൂടിയുണ്ട്. എന്താ മാഡം? ആ റോഹനെ ഈയിടെയായിട്ട് ആവശ്യമില്ലാതെ എല്ലാ കാര്യങ്ങളിലും തലയിടുന്നുണ്ട്.
അതത്ര നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജു തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾക്ക് ഒരാളെ കണ്ട മാത്രയിൽ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് അയാളുടെ ജീവിതത്തിൽ കയറി ആവശ്യമില്ലാതെ ഇടപെടലുകൾ നടത്തുന്നത് ശരിയാണോ? അതൊരു നല്ല ക്യാരക്ടറാണെന്ന് രാജുന് തോന്നുന്നുണ്ടോ? എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞിട്ട് പോലും അവനത് കാര്യമാക്കിയില്ല. അതായത് എനിക്കിഷ്ടമല്ലെങ്കിൽ പോലും അവൻ എന്നെ വിവാഹം കഴിച്ചേ അടങ്ങുന്ന വാശിയില്ല. ഞാൻ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയാൻ അവനെന്താ അവകാശം? കല്യാണം തീരുമാനിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഞാൻ അവന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. അഥവാ ഭാര്യ ആയാൽ പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ? ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളില്ലേ? എനിക്കെന്തോ ഇത് ശരിയാവെന്ന് തോന്നുന്നില്ല രാജു. മാഡം പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്കും തോന്നിയതാ. ഇപ്പോ നമ്മൾ തമ്മിൽ തന്നെ എത്ര നാളത്തെ പരിചയമുണ്ട്? എന്നിട്ടും നമ്മൾ രണ്ടുപേരില് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്യണമെന്ന് പറയുകയോ വാശി പിടിക്കുകയോ ചെയ്തിട്ടില്ല. അതിനെ പരസ്പരം മനസ്സിലാക്കലെന്നൊക്കെ പറയും. ഏതൊരു റിലേഷൻഷിപ്പിലായാലും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബന്ധം പേരിന് മാത്രമേ ആവുള്ളൂ. ആ ബന്ധത്തിന് ഒരു ആത്മാവില്ലാതായി പോവും. അത് മാത്രമല്ല മാഡം, റോഹന്റെ ക്യാരക്ടർ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്തായാലും മാഡത്തിന്റെ ജീവിതത്തിൽ കയറിയിട്ടുള്ള അവന്റെ ഭരണം നമുക്കത് അവസാനിപ്പിക്കാം. അതിനെന്തെങ്കിലും ഒരു വഴി ഉടനെ നമുക്കുണ്ടാക്കാം. മാഡം വിഷമിക്കണ്ട. എനിക്കറിയാം രാജു. രാജു എന്റെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടാവുമെന്ന്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് രാജുവിനെയാ. കാരണം എന്നെ മനസ്സിലാക്കുന്നത് രാജു മാത്രം. എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയുന്നതും അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരാൻ ശ്രമിക്കുന്നതും രാജുവാ. ആ രാജുവിനോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറയാ, അച്ഛനൊരു നിഷ്കളങ്കനാ. അതുകൊണ്ട് തന്നെ അച്ഛനെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ റോഹന് കഴിയും. അതിന് രാജു അനുവദിക്കരുത്. അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം പോലും റോഹൻ അച്ഛനോട് പറയാൻ പാടില്ല. അത് രാജു വേണം ശ്രദ്ധിക്കാൻ. അവൻ ആദ്യം ശ്രമിക്കുക രാജുവിനെ അച്ഛനിൽ നിന്നും അകറ്റാനായിരിക്കും. അതിനൊരിക്കലും രാജു ഇട കൊടുക്കരുത്. അച്ഛന്റെ മനസ്സിലെ രാജുവിന്റെ സ്ഥാനം എന്നും രാജു നിലനിർത്തണം. രാജു അല്ലാതെ മറ്റാരും അച്ഛന്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല. കാരണം എല്ലാവരും രാജുവിനെ പോലെയല്ല. അകലേ നോവിനാൽ